Assalamualaikum. Welcome to Delicious Recipes at. ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മീനില്ലാത്ത മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മീനില്ലാത്ത മീൻ പീരയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയാലോ. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മീൻ പീരയ്ക്കായിട്ട് തേങ്ങ നമുക്കിത് അങ്ങനെ തന്നെ ഇതിലേക്കുള്ള ബാക്കി സാധനങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയിട്ട് ചേർക്കുന്നവരുണ്ട്, അങ്ങനെയും ചേർക്കാം. അതല്ലാതെ മിക്സിയിൽ ഇതിനുള്ളതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 1-2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 എണ്ണം വരെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് നമുക്ക് മീൻ പീര എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പില ഒരു തണ്ട് ഫുള്ളായിട്ട് വേണ്ട, കുറച്ചൊന്നിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. നമ്മൾ ചതച്ചെടുക്കുന്നതിൻ്റെ കൂടെ കറിവേപ്പില ഇടുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പീര ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കോവയ്ക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കോവയ്ക്ക് ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 എണ്ണം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ രണ്ടായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതും കൂടെ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ആ ഒരു തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം കുടംപുളി അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി, അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടെ വേണം മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അതായത് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എങ്ങനെയാണോ മീൻ പീര ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മുടെ കഴിഞ്ഞ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ മീൻ കിട്ടാതിരിക്കുന്ന സമയം, അതുപോലെ തന്നെ മീൻ കഴിക്കാത്തവർ, വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് മീൻ പീര നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം.
അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.